UDFിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഡിസംബർ മാസം 4 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ 4 വർഷക്കാലം കൊണ്ട് അങ്കമാലി ജനതയ്ക്ക്, പൊതുസമൂഹത്തിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി എന്ത് നേട്ടമാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യം എന്നാണ് മറുപടി. ഇതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, മുൻ LDF ഭരണസമിതി തുടങ്ങിവെച്ചതും നടപ്പാക്കിയതും വിഭാവനം ചെയ്തതുമായിട്ടുള്ള പല പദ്ധതികളെയും അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് അവരുടെ നേതൃത്വം അങ്കമാലി നഗരസഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 4 വർഷക്കാലത്ത് ഇവരുടെ ഭരണ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ വരുന്ന ഡിസംബർ മാസം 20-ാം തീയതി നഗരസഭ ഓഫീസിന് മുന്നിൽ അങ്കമാലിയിലെ LDFിന്റെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനൊരു പത്രസമ്മേളനം LDFിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും നടപ്പാക്കാനും മുൻ ഭരണസമിതിക്ക് കഴിഞ്ഞിരുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രസവ വാർഡ്, മാതൃശിശു യൂണിറ്റ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഇങ്ങനൊരു പദ്ധതി മുൻ ഭരണസമിതി നടപ്പാക്കിയത്. എന്നാൽ ഇന്ന് ഇതെല്ലാം അടച്ചുപൂട്ടി കോടാനുകോടിയുടെ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയിലാണ്. ഒരു സിസേറിയൻ സ്വകാര്യ ആശുപത്രി നടക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഇപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ ധരിക്കുന്നത് സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ആശുപത്രിയിലെ പ്രസവ വാർഡും മാതൃശിശു യൂണിറ്റും അടച്ചു പൂട്ടിയതാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒപ്പം തന്നെ ഡയാലിസിസ് യൂണിറ്റ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് അതിൻ്റെ തുടക്കം കുറിച്ചത്. ഇപ്പോൾ 11 മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം ബഹുമാനായ ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. പ്രവർത്തനോദ്ഘാടനം നടത്തി 11 മാസം പിന്നിട്ടിട്ടും ഇന്ന് വരെ ഒരാളെ ഡയാലിസിസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആഴ്ചയിൽ 2ഉം 3ഉം ഡയാലിസിസ് ചെയ്യുന്ന രോഗികളാണ് നിലവിലുള്ളത്. ഇഷ്ടംപോലെ രോഗികളാണ് അങ്കമാലി നഗരസഭ പ്രദേശത്ത് തന്നെ ഉള്ളത്. ഒരു ഡയാലിസിന് 2000-3000 വെച്ച് വരാണ്. അപ്പോൾ ഒരു മാസം തന്നെ 40,000 രൂപയാണ് ഒരു ഡയാലിസിസ് രോഗി, കിഡ്നി രോഗി ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി മുടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനോദ്ഘാടനം നടത്തി 1 വർഷക്കാലമായിട്ടും അത് പ്രവർത്തിപ്പിക്കാത്തത് എന്ന ചോദ്യത്തിന് യാതൊരു മറുപടിയും, തൃപ്തികരമായ ഒരു മറുപടിയും നഗരസഭാ കൗൺസിലിന് മുമ്പാകെ അവതരിപ്പിക്കാനോ പൊതുസമൂഹത്തെ അറിയിക്കാനോ ഈ ഭരണസമിതി തയ്യാറാകുന്നില്ല. അതും സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണോ എന്ന ചോദ്യത്തിന് സംശയത്തിന്റെ മുൾമുനയിലാണ് ഇപ്പോഴത്തെ ഭരണസമിതി നിൽക്കുന്നത്. ഒപ്പം തന്നെ അങ്കമാലി നഗരസഭ മാർക്കറ്റിൽ നിങ്ങളൊന്ന് പോയി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. 1,20,00,000 രൂപ ചെലവഴിച്ച്, അതിൻ്റെ ഉദ്ഘാടനം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. 120 ലക്ഷം രൂപ ചെലവഴിച്ച് ജലശുദ്ധീകരണ പ്ലാന്റ് അങ്കമാലി നഗരസഭ പുതിയ മാർക്കറ്റിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പിടികിട്ടാത്ത അവസ്ഥയാണ്. ആരാണ് പദ്ധതി വിഭാവനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും മറുപടി ഇല്ലാത്ത അവസ്ഥയാണ്. 120 ലക്ഷം, എത്രയോ കുടുംബങ്ങൾക്ക് വീട് പണിത് കൊടുക്കാൻ വേണ്ടിയിരുന്ന പദ്ധതി അത് കുറെ കാലമായി പ്രവർത്തിക്കുന്നില്ല. തന്നെയുമല്ല, അതിന്റെ കറണ്ട് ചാർജ് 2 മാസം കൂടുമ്പോൾ 46,000, 50,000 രൂപ 2 മാസം കൂടുമ്പോൾ കറണ്ട് ചാർജ് ഇനത്തിൽ അങ്കമാലി നഗരസഭ ഒടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി ടൗണിലെ ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന, ഓടകളിൽ നിന്ന് വരുന്ന കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഈ ട്രീറ്റ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള തൊട്ടിക്കടെ നേരെ മാങ്ങാട്ടുള്ളിലേക്ക് പോവാണ്. ആ വെള്ളം ട്രീറ്റ് ചെയ്യുന്നില്ല, ആ വെള്ളം നേരെ പോവാണ്. പശുവിനെ ഇറക്കുന്നതിൻ്റെ ചോര ഉൾപ്പെടെ നേരെ പോകുന്നു. ഏതോ കുറച്ച് വെള്ളം അവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. 6,000 ലിറ്റർ വെള്ളം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നവർ പറയണത്. കുറെ കാലങ്ങളായി അത് നയിച്ചു കിടക്കുകയാണ്. 46,000 രൂപ 2 മാസം കൂടുമ്പോൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നു. 120 ലക്ഷം രൂപ ചെലവുണ്ട്. ആ പദ്ധതി പാഴായ ഒരു അവസ്ഥയാണ്. ഒപ്പം തന്നെ അതിനോട് ചേർന്ന് ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് അങ്കമാലി നഗരസഭ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. OWC, ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ. അതും ലക്ഷങ്ങൾ മുടക്കിയാണ് അവിടെ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ളത്. അത് പ്രവർത്തിപ്പിക്കുന്നില്ല. പ്രവർത്തിപ്പിക്കാത്ത മെഷീന് 26,000 രൂപ 2 മാസം കൂടുമ്പോൾ കറണ്ട് കാശ് അടയ്ക്കുകയാണ് ഈ നഗരസഭ.
എന്തിനു വേണ്ടിയാണ് ഈ പൈസ അടയ്ക്കുന്നത് എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ആ പറയുന്ന OWC ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് ആ ഇരിക്കുന്ന ഭാഗം താഴിട്ട് പൂട്ടിയിട്ട് മാസങ്ങളായി. ഇപ്പോൾ അത് മാർക്കറ്റിൽ അടിച്ചു വാരുന്ന വേസ്റ്റ് ചാക്കിൽ കെട്ടി സൂക്ഷിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവച്ചേക്കാണ്. അതല്ലാതെ ഒരു പ്രവർത്തനവും യന്ത്രത്തിന്റെ ഭാഗത്തുനിന്നില്ല. മറ്റൊന്ന് പഴയ നഗരസഭാ ഓഫീസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ പലവട്ടം സമരം നടത്തിയിട്ടുള്ളതാണ്. പഴയ നഗരസഭാ ഓഫീസിന്റെ കെട്ടിടം അറ്റകുറ്റിപ്പണി ചെയ്യണ കാര്യം പറഞ്ഞ് 4 വർഷമായി പണി പറഞ്ഞു തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു നടപടിയും പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ശരിയാക്കാം എന്നുള്ളൊരു വാക്ക് കുതിരവട്ടമപ്പ് പറയുന്നത് പോലെയുള്ളൊരു ഏർപ്പാടാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ യാതൊരു നടപടിയും ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ല. ഏത് സമയത്തും ആ കെട്ടിടം നിലം പൊത്താവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ കെട്ടിടത്തിന്റെ പിന്നാമ്പുറം പോയി നോക്കിയാൽ നമുക്കറിയാം, മുമ്പിലും പുറകിലും അതിന്റെ അകത്തൊക്കെ ജൈവമാലിന്യങ്ങളും അതുപോലെ തന്നെ ടൗൺ ഉൾപ്പെടെ അടിച്ചു വാരുന്ന വേസ്റ്റുകൾ നിരവധിയാർന്ന ചാക്കുകളിൽ കെട്ടി അവിടെ എത്തിക്കാണ്. ബഹുമാനപ്പെട്ട ഗ്രേസി ദേവസ്വയുടെ വീട് അതിന്റെ തൊട്ട് പുറകിലാണ്. ഇവിടുന്ന് ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മാലിന്യമെല്ലാം ഒലിച്ചിറങ്ങി ആ ചിങ്ങടി ഗ്രൗണ്ടിൽ ചെന്ന് തൊട്ടടുത്ത കുളത്തിൽ ചെന്ന് ചാടി ആ പ്രദേശത്ത് ആകെ രോഗം, ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരുന്ന തരത്തിലുള്ള ഒരു 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 സമീപനം നഗരസഭ സ്വീകരിക്കുകയാണ്. പോയി നോക്കി അറിയാം, ഞങ്ങൾ വെറുതെ പറയുന്നല്ലോ. അങ്കമാലി നഗരസഭയുടെ ചുറ്റും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. ഒപ്പം തന്നെ പട്ടിയും പൂച്ചയും മലമൂത്ര വിസർജനം നടത്തി മഴ പെയ്യുമ്പോൾ ഈ പറയുന്നത് എല്ലാം ഒഴുകി ചെന്ന് ആ കുളത്തിൽ ചെന്ന് ആ പ്രദേശത്ത് ജലസ്രോതസ്സുകൾ ആകെ മലിനമാകുന്ന ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുകയാണ്. 9-ാം വാർഡിൽ വളവഴിയിൽ 1.5 കോടി രൂപ മുടക്കി ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഒരു ഭവന സമുച്ചയം നിർമ്മിക്കാൻ 2 വർഷം മുമ്പ് മുൻ ചെയർമാൻ റെജി മാത്യു രാജിവെക്കുന്നതിന് മുമ്പ് അവിടെ തറക്കല്ലിട്ടതാണ്. തറക്കല്ലിട്ടിട്ട് 2 വർഷം പിന്നീടാണ്. ഒരു കല്ല് പോലും അവിടെ എടുത്തു വെച്ചിട്ടില്ല. അത് കാട് മൂടി വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുകയാണ്. ഒരു നടപടിയും പൂർത്തീകരിച്ചിട്ടില്ല. ബഹുമാന്യായ നഗരസഭാ ചെയർമാൻ മാത്യു തോമസിന്റെ വാർഡിരിക്കുന്ന പ്രദേശം 14-ാം വാർഡ്, അവിടെ നിന്ന് നായത്തോട് ഭാഗത്തേക്ക്, ചെത്തിക്കോടിൽ നിന്ന് നായത്തോട്ടേക്ക് ഒരു ആരോഗ്യപാത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഏകദേശം 1 വർഷം മുമ്പ് ഒരു തറക്കല്ലിട്ട് അവിടെ. ആവണംകോട് ലിഫ്റ്റ് ഇറിഗേഷന്റെ അനുമതി ഇല്ലാതെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്ഥലത്ത് ആരോഗ്യപാത നിർമ്മിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ചെയ്തത്. ആരോഗ്യപാത അത് തന്നെ ഇതുവരെ അനുമതി വാങ്ങിച്ചിട്ടില്ല, ഒരു നടപടിയും പൂർത്തീകരിച്ചിട്ടില്ല. ഉദ്ഘാടനം നടത്തി കൊട്ടി കൊടുത്ത് 2 മേളോടി ഉദ്ഘാടനം നടത്തി പത്രവാർത്ത വന്നു എന്നുള്ളതല്ലാതെ ഒരു കാര്യവും ഇന്ന് വരെ നടന്നിട്ടില്ല. ഒപ്പം തന്നെ അങ്കമാലി പട്ടണത്തിലെ അതീവ ഗുരുതരമായിട്ടുള്ള ഗതാഗത കുരുക്ക് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. LDF അല്ലെങ്കിൽ കൗൺസിലർമാര് കൗൺസിൽ യോഗത്തിൽ അല്ലെങ്കിൽ പുറത്ത് സമരം ചെയ്യുമ്പോൾ ജനങ്ങളെ പറ്റിക്കുന്നതിന്റെ ഭാഗമായി അവിടെ പലപ്പോഴും പ്രകസന യോഗങ്ങൾ നടക്കാറുണ്ട്. MLA ഉൾപ്പെടെ പങ്കെടുത്ത് യോഗം നടത്താറുണ്ട്. യോഗം നടത്തി പത്രത്താളുകളിൽ വലിയ വാർത്ത അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക ചാനലുകളിൽ വലിയ വാർത്ത കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊന്നും ശാശ്വതമായി എന്ന് മാത്രമല്ല ഒരു 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 അനക്കം പോലും, ഒരു കാര്യത്തിൽ ഇടപെടാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. അങ്കമാലി പട്ടണം ഇപ്പോൾ തന്നെ നമ്മൾ പത്രസമ്മേളനത്തിൽ വരുമ്പോൾ തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള ഗതാഗത കുരുക്കിലാണ്. ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ നികുതി വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, റവന്യൂ പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ കോടാനുകോടി രൂപ, ഏകദേശം ഒരു 10-16 കോടി രൂപ ഇവര് എയർപോർട്ടിൽ തന്നെ പിരിച്ചെടുക്കാൻ. എന്തിനു വേണ്ടിയാണ് എയർപോർട്ട് സംബന്ധിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എയർപോർട്ടിന്റെ ഭാഗത്ത് കിട്ടാനുള്ള പൈസ മേടിക്കുമല്ലോ, അത് മറ്റെന്തെങ്കിലും സെറ്റിൽമെന്റ് ആണെങ്കിൽ അങ്ങനെ. അത് ഈ പറയുന്ന റവന്യൂ പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അങ്കമാലി നഗരസഭ ഓഫീസിലെ CCTVകൾ കഴിഞ്ഞ കുറെ കാലമായി നിശ്ചലമാണ്, ഒന്നും പ്രവർത്തിക്കുന്നില്ല. കൈക്കൂലിക്ക് കളമൊരുക്കുന്നതിന് വേണ്ടി CCTV പ്രവർത്തിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കും തെറ്റു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒപ്പം തന്നെ അവിടെ ഒരു മുലയൂട്ടൽ കേന്ദ്രം കഴിഞ്ഞ ഭരണസമിതി കാലത്ത് നമ്മൾ ആരംഭിച്ചാണ്. മുലയൂട്ടൽ കേന്ദ്രം അതെല്ലാ സർക്കാർ ആവശ്യങ്ങളും വേണമെന്ന് നിർബന്ധം ചട്ടമുള്ളതാണ്. ആ മുലയൂട്ടൽ കേന്ദ്രം കഴിഞ്ഞ കുറെ വർഷക്കാലമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പോയി ഫോട്ടോ എടുത്തു. ഇന്നിപ്പോ അവിടെ അതിന്റെ ഈ മുലയൂട്ടൽ കേന്ദ്രം വേസ്റ്റ് തള്ളുന്ന കേന്ദ്രമാക്കി മാറ്റിയിട്ടേക്കാണ്. ഇപ്പൊ അതെല്ലാം മാറ്റി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന പണിപ്പോൾ നടക്കാണ്, വർഷങ്ങളായിട്ട് നടത്തിയിട്ടേക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ പുല്ലുവെട്ടുന്ന കാര്യത്തിൽ ഉൾപ്പെടെ അങ്കമാലി നഗരസഭയിൽ 46ഓളം ശുചീകരണ വിഭാഗം തൊഴിലാളികളുണ്ട്. പഞ്ചായത്തുകളിലൊന്നും ശുചീകരണ വിഭാഗം തൊഴിലാളികൾ 1-2 ഉണ്ടാവുള്ളൂ. നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ. അങ്കമാലി നഗരസഭയിൽ ഈ പറയുന്ന അത്ര എണ്ണം ശുചീകരണ വിഭാഗം തൊഴിലാളികളുണ്ട്. ഏതിലൊരു പ്രദേശത്ത് പുല്ല് വെട്ടണമെങ്കിൽ ഒരാൾ മരിക്കേണ്ട അവസ്ഥയാണ്. മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് പുല്ല് വെട്ടും, അതല്ലെങ്കിൽ പുല്ല് വെട്ടില്ല. എല്ലാ പ്രദേശവും കാട് കൂടിയിരിക്കുന്ന അവസ്ഥയാണ്. 12 ബുസ്കട്ടറാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 12 മെഷീനും കംപ്ലീറ്റ് ആണ്. ഇപ്പോ നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷ കൗൺസിലർമാർ നിരന്തരം പ്രശ്നം ഉണ്ടാക്കിയതിന്റെ ഭാഗമായി
ഇപ്പോൾ ചില മെഷീൻ വാങ്ങിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും ബഹുഭൂരിപക്ഷം മെഷീനും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഇവർ നടപ്പാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു പിടി കിട്ടാത്ത അവസ്ഥയാണ്. സുഖലോലുപരായി ഇവിടുത്തെ ഭരണപക്ഷ കൗൺസിലർമാർക്ക് വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീരിപ്പായതിനു വേണ്ടി ഒരു സൗകര്യം എന്നുള്ള നിലയിൽ മാത്രമാണ് ഈ ഭരണ സംവിധാനത്തെ ഇവർ ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഒരു തരത്തിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആവിഷ്കരിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ പല പദ്ധതികളും അട്ടിമറിക്കുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്താ നടക്കുന്നത്? നഗരസഭാ ചെയർമാൻ പുതിയൊരു വാഹനം വാങ്ങി. വാഹനം ആവശ്യമാണെങ്കിൽ വാങ്ങിച്ചോളാം, ഞങ്ങൾ ഇതിലല്ല. ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം നടത്താതെ ചെയർമാൻ 10-16 ലക്ഷം മുടക്കി ചെയർമാൻ്റെ വാഹനത്തിന് വലിയ കുഴപ്പമൊന്നും നിലവിലില്ല. ഒരു പുതിയ വാഹനം വാങ്ങിച്ചു. അങ്കമാലി നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നഗരസഭാ ചെയർമാന് പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ഉത്തരവാദിക്കൊണ്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇതിനു മുമ്പുള്ള ചെയർമാനും വെക്കാമായിരുന്നു, ആ ചെയർമാനും വെച്ചിട്ടില്ല. ചെയർമാന്റെ സ്റ്റാഫിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് പോലും സഹായിക്കാൻ ആളുണ്ടായിട്ട് പോലും ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. നഗരസഭാ ചെയർമാന്റെ ക്യാബിൻ ശീതീകരിച്ചു, ലക്ഷങ്ങൾ മുടക്കി, അങ്ങനെ കുറെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. നടക്കേണ്ട കാര്യങ്ങൾ നടത്തിയില്ല, ഞങ്ങൾ ഇതിലല്ല. പക്ഷെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നടപ്പാക്കാതെയാണ് ഇത്തരത്തിലുള്ള ആർഭാടപരമായിട്ടുള്ള കാര്യം നടപ്പാക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വരുന്ന ഡിസംബർ മാസം 20-ാം തീയതി ഇത്തരത്തിലൊരു സമരം ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കാൻ അങ്കമാലി മുനിസിപ്പൽ LDF തീരുമാനിച്ചിട്ടുള്ളത്. LDFിന്റെ നേതാക്കന്മാരുണ്ട്, എൻ്റെ ഭാഗമായിട്ട് ജാഥകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സമരം ഉദ്ഘാടനം ചെയ്യുന്ന ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ LDFിന്റെ നേതാക്കന്മാർ പ്രതിപാദിക്കും എന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് പൊതുവിൽ സൂചിപ്പിക്കാനുള്ള മറ്റു കാര്യങ്ങൾ. ടി.വൈ. ഇലിയാസ് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞുമുഞ്ഞലി അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കും. ഇലിയാസ് പറഞ്ഞത് കൂടാതെ 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ റോഡുകൾ നഗരസഭയിൽ 30 വാർഡുകളുണ്ട്. ഈ 30 വാർഡുകളിലും റോഡുകൾ വളരെ ശോചനീയ അവസ്ഥയിലാണ്. ഇപ്പൊ ജോസ്പുരം പാലിയേക്കർ റോഡ് കിഴക്കപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ്. ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ ആ റോഡിലൂടെ സ്വീകരിക്കുന്നതാണ്. വളരെ മോശമായി കുത്തിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി വളരെ ശോചനാവസ്ഥ കളിക്കുക. തിരിഞ്ഞു നോക്കാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യുക. അപ്പോൾ കൗൺസിലർമാർ, നമ്മുടെ ഈ കൗൺസിലർമാർ നിരവധി സമരങ്ങൾ നഗരസഭയിൽ നടത്തേണ്ടത്. പ്രതിപക്ഷം നിലയിൽ ഇവർ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും അല്ലെങ്കിൽ മാസം തോറും കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് സമരം നടത്തുന്നു. പക്ഷേ ചെയർമാന്റെ ഭാഗത്തുനിന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഈ കാലത്ത് ഉണ്ടായില്ല. അതുപോലെ തന്നെ അയ്യാഴിപ്പാടത്ത് ഒരു MCF പ്രവർത്തിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് മുഴുവനുമായിട്ട് അവിടെ ശേഖരിച്ച് അത് സോർട്ട് ചെയ്ത് അത് കൊണ്ടുപോകുക. ആ MCFന്റെ അവസ്ഥ നേരത്തെ ഏകദേശം പറഞ്ഞാൽ നിങ്ങളൊന്നും പോയി കാണും. വളരെ മോശമായ രീതിയിൽ പ്ലാസ്റ്റിക് ആ പ്രദേശം മുഴുവൻ കുഞ്ഞുകൂടി ഇത്തിരി തീപിടുത്തം ഉണ്ടായാൽ ആ പ്രദേശം മുഴുവൻ കത്തി നശിക്കുന്ന സ്ഥിതിയിലേക്ക് അവിടെ MCFനെ മാറ്റിയിരിക്കുകയാണ്. അവിടെ വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയിൽ 100 പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നത്. അവർക്ക് വലിയ പ്രയാസപ്പെട്ട് ജീവിക്കുന്നത്. അതുപോലെ തന്നെ നഗരസഭയിൽ നിന്ന് തന്നെ വീട് പണിത് കൊടുത്ത് നമ്മുടെ ഈ പെർപ്പങ്ങോലിൽ നിന്ന് മാറ്റി താമസിപ്പിച്ച ഒരു 14 കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അവരൊക്കെ തന്നെ വലിയ രീതിയിൽ അവർ പറയുന്നത് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു സ്ഫോടനാത്മകമായ സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ജീവനും യാതൊരു സുരക്ഷിതത്വം കണ്ടതാണ്. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ട് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് നമ്മൾ ഒരു അക്കിത്തം സ്മാരക ഓപ്പൺ സ്റ്റേജ് കണ്ടിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അവിടെയുള്ള ആളുകൾക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ, ഈ റെയിൽവേ സ്റ്റേഷന്റെ ആ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ധാരാളം ആളുകൾ സഞ്ചരിക്കുന്നു, വൈകിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഈ നടപ്പൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന് ശ്രമിക്കാനും എന്തെങ്കിലും ചെറിയൊരു പൊതുയോഗം നടത്താനൊക്കെ ആയിട്ട് നമ്മൾ ഈ അക്കിത്തം സ്മാരക ഓപ്പൺ സ്റ്റേജ് അവിടെ സ്ഥാപിച്ചത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ 17 സെന്റ് സ്ഥലത്താണ്. അവിടെ മനോഹരമായ ഒരു ടൈലൊക്കെ വിരിച്ച് ലൈറ്റൊക്കെ സ്ഥാപിച്ച് സിമെന്റ് ബെഞ്ചുകളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഇരിക്കണം എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. അത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഈ കൗൺസിൽ വന്നതിന് ശേഷം ഇപ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വാർഡ് കൗൺസിലർ അജിത സിജോ പലവട്ടം ചെയർമാനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവിടെ ശ്മശാനം പണിയാനുള്ള പരിപാടി നഗരസഭ അധികൃതർ ആലോചിക്കുന്നുണ്ട്. അപ്പം അക്കിത്തം ഓപ്പൺ സ്റ്റേജിനെ മാറ്റിക്കൊണ്ട് അവിടെ നഗരസഭയുടെ പൊതു ശ്മശാനം നിർമ്മിക്കുന്നതിന് പണിയാണ് ഇപ്പോൾ ഇവർ ആലോചിക്കുന്നത്. അങ്ങനെ നിരവധി വിഷയങ്ങൾ, അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം കൊടുക്കാത്ത സ്ഥിതി, പെൻഷൻ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ലഭിക്കാത്ത സ്ഥിതി ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ 20-ാം തീയതി സമരം തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ ഒരു 9:30 മണിക്ക് സമരം ആരംഭിച്ചു. അങ്ങനെയാണ് ഉപവാസ സത്യാഗ്രഹ സമരം അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നഗരസഭയുടെ പ്രവർത്തനത്തെ യാതൊരു തരത്തിലും ബാധിക്കാതെ ജീവനക്കാരെയൊന്നും പറയാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ഒരു ഉപരോധ സമരമല്ല, മറിച്ച്
ഈ വിഷയങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക, ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പാകെ പറയുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയുടെ മുമ്പിൽ ആയിരക്കണക്കിന് ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ട് രാവിലെ 9:30 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ഒരു 4 മണി വരെ നമ്മൾ സത്യാഗ്രഹ സമരം എന്ന നിലയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ജോൺ ഫെർണാണ്ടസ് ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ആരാധ്യനായ മുൻ മന്ത്രിയായിട്ടുള്ള ജോസ് തെറ്റയിലാണ്. അപ്പോൾ ജോസ് തെറ്റയിൽ സമാപന യോഗവും അതിന് ഉദ്ഘാടന യോഗം ശ്രീ ജോൺ ഫെർണാണ്ടസും ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായി 2 ജാഥകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച 15-ാം തീയതി ഞായറാഴ്ച കമ്പനിയിൽ വെച്ചിട്ടാണ് ഈ ജാഥകൾ. 2 ജാഥകളാണ്. ഒരു ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്, ഒരു ജാഥ നയിക്കുന്നത് PV ഏലിയാസും, മറ്റൊരു ജാഥ നയിക്കുന്നത് ബെന്നി മൂന്നേലിയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ബെന്നി മൂന്നേലിക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പകരം നമ്മൾ കൗൺസിലർമാരാണെങ്കിലും നമ്മൾ തീരുമാനിക്കും. അത് 15-ാം തീയതിയാണ്. 15-ാം തീയതി 3 മണിക്ക് ചമ്മന്നൂർ പാറപ്പുറത്ത് വെച്ചിട്ട് CPI-യുടെ ജില്ലാ സെക്രട്ടറി സഖാവ് KM ദിനകരനാണ് ആ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ മെസ്സേജ് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ വാർഡുകളിലേക്കും കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ജാഥ. ഈ 2 ജാഥ ഈ 15-ാം തീയതി നടക്കും. അതിന്റെ ഭാഗമായി സമരം 20-ാം തീയതി നടക്കും. ഈ സമരത്തോടു കൂടി ഇത് മുഴുവൻ കറക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയായി 20-ാം തീയതി നടക്കുന്ന സമരം ഒരു സൂചന സമരം മാത്രമാണ്. അതിന്റെ തുടർച്ചയായി നിരവധി സമരങ്ങൾക്ക് അങ്കമാലി നഗരസഭ സാക്ഷിയാകേണ്ടി വരും എന്നാണ് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാം. സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാരിന്റെ കാര്യം നിങ്ങൾ പറയുമ്പോൾ, ഇപ്പം നഗരസഭ ആശുപത്രിയാണ് നമ്മൾ പറയുന്ന നമ്മുടെ സർക്കാർ ആശുപത്രി. ഇവിടുത്തെ കുറവുകളും പോരായ്മകളും ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ MLA ഉണ്ടല്ലോ, ബന്ധപ്പെട്ട അധികാരികളുണ്ട്. ഇവര് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സമയം അത് ബെന്നി മൂന്നേലി പറയുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത്. അതിന് ഞങ്ങൾ 3 പേരും സംസാരിക്കുന്നത് 3 ഇതായതുകൊണ്ടാണ്